ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ഗൈസ് പറയാൻ എൻ്റെ കുഞ്ഞാപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കിയാലും കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ അതിന് ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. അത് അരമണിക്കൂർ കുതിരതിന് ശേഷം ഞാനൊരു കുക്കറാണ് എടുത്തത്. കുക്കറിൽ ഓയിലും നെയ്യും ചേർത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇതൊക്കെ കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 സ്പൂൺ ചേർത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ ഊറ്റി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും പോലെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നേരം നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് എന്നുള്ള തോതിൽ വെള്ളം തിളപ്പിച്ചതാണ്. അതുകൂടി പറഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചു. വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ കുക്കർ അടച്ചു വെച്ചത്. എന്നിട്ട് സിമ്മിലിട്ട് ഒരേ ഒരു വിസിൽ, ആ ഒരു വിസിലിൽ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ഞാനൊരു കടായി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുത്തു. അത് കഴിഞ്ഞ് പിസ്ത ആക്കാനുള്ള ഉള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി ഇന്നവരെ വഴറ്റിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അതേ പാനിൽ തന്നെ ഞാൻ സ്പൈസസ് എല്ലാം കൂടി ഇട്ടു. അതിൻ്റെ അകത്തേക്ക് സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. കഴിഞ്ഞ് വഴണ്ടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളി ഇട്ടു. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെച്ചു. അതൊന്ന് ചെറുതായി ഒന്ന് വാടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണും തൈരും കുറച്ച് പുതിനയിലയും മല്ലിയിലയും പിസ്ത നേരത്തെ ആക്കി വെച്ചിരുന്നതിന് കുറച്ച് പിസ്തയോടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് വേവുന്ന വരെ നോക്കുക. അതൊന്ന് വെന്ത് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും പിന്നെ കുറച്ച് പിസ്തയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടി ചേർത്തതിന് ശേഷം ചോറ് നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ കുക്കറിൽ വിസിലൊന്നും പോക്കിയിട്ടില്ല. വിസിൽ തണിയുന്നവരെ കുക്കറിൽ തന്നെയായിരുന്നു കേട്ടോ ചോറ്. അതിനുശേഷം എടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ ഗാർണിഷിന് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പ്, പിസ്ത പിന്നെ മുന്തിരി, പുതിനയില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അതുപോലെ 2 ലെയറാക്കി എടുക്കണം കേട്ടോ. ഈ 2 ലെയറും കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വെക്കാം. ഞാനത് അടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടോ. അത് കഴിഞ്ഞ ശേഷം ഒരു 1/4 മണിക്കൂറോടെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചുകയും ചെയ്തു. അതിന് ശേഷമാണ് ഞാനിത് ദം പൊട്ടിച്ച് നോക്കിയത്. അപ്പം ദം പൊട്ടിച്ച് മിക്സ് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കിയത്. പൊതുവേ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ഇതല്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ണേട്ടന് നല്ല അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.